പ്രാപിച്ച നാളുകൾ ഒപ്പിടുമ്പോൾ സാരമില്ലീ ദേശം മാറിയിടുകേ നാഥനവനെന്നും
ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്. അതുകൊണ്ട് സ്വാർത്ഥത മാറ്റി വിടണം, സ്വാർത്ഥതയെ ജയിച്ചു വിടണം. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ, ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് പോവുകയും ചെയ്യുക. എന്നാൽ ജഡത്തിൽ നമ്മൾ വസിക്കുന്നത് കൊണ്ട് പലപ്പോഴും സ്വാർത്ഥത നമ്മളെ പിടിവെക്കുവാനുള്ള സാധ്യതയും. അങ്ങനെ നാം ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് അകന്നു എന്ന് തോന്നുമ്പോൾ നാം ദൈവത്തിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് ഉപവാസത്തെക്കുറിച്ച് സംഭവിക്കുന്നത്. യോഹന്നാന്റെ പുസ്തകം 1:10 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞുവെന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് ദൈവം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വരുത്തുമെന്നാണ് കർത്താവിനെ അനുദപിച്ചതായിട്ട്. അപ്പോൾ നോക്കുക, ഉപവാസത്തിലൂടെ സംഭവിക്കേണ്ടത് ദൈവത്തിലേക്കുള്ളതായ റെസ്റ്റോറേഷൻ ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. അതാണ് സംഭവിക്കുന്നത്. അതായത് കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ അങ്ങയോട് ഒരു തീരുമാനമെടുത്തു, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് വിട്ടു തന്നിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ സ്വാർത്ഥത എന്നെ പിടികൂടി, ലോകം എൻ്റെ മേൽ കടന്നു വന്നിരിക്കുന്നു, സാത്താൻ എന്നിൽ അവകാശം പറയുവാനായിട്ട് തുടങ്ങുന്നു. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ധാരണകൾ കൊണ്ട് അങ്ങനെ സംഭവിച്ച കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഉപവാസത്തിൽ നമുക്കറിയാം, അതിലുള്ളവരാണ് നിങ്ങൾ, അനുഗ്രഹീതരായ കർത്തദാസന്മാരാൽ നടത്തപ്പെടുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക, ദൈവസന്നിധി വസിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അതോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആത്മതപരം, അഫ്ലിക്ഷൻ ഓഫ് ദ സോൾ, അതായത് നമ്മുടെ ആത്മാവിനെ തവിപ്പിക്കുക, അല്ലെങ്കിൽ ആത്മാവിനെ ശുദ്ധീകരിക്കുക. കർത്താവെ, എൻ്റെ വാക്കിലെ പ്രവൃത്തിയുടെ ചിന്തയിൽ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ട്. കർത്താവ് നമുക്ക് ഒരു അവകാശം വെച്ചിട്ടുണ്ട്. ആ അവകാശം പ്രാപിപ്പാൻ വേണ്ടിയാണ് നാം ഭൂമിയിലായിരിക്കുന്നത്. അത് ഓരോ സത്വതനും ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നെയുള്ളത് മറന്ന മുന്നിലുള്ളതിന് വേണ്ടി ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നതായ ആ അവകാശം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മളെ അൾട്ടിമേറ്റ് ചെയ്യുന്നത്. ആ അവകാശം പ്രാപിപ്പാനായിട്ടാണ് നമ്മളെ ഭൂമിയിലായിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ച ഭൂമിയുടെ ഭാരവാഹികളോട്, പ്രസിഡന്റ് പാസ്റ്റർ സിജിൽമോൻ, വൈസ് പ്രസിഡന്റ് മെൽവിൻ, സെക്രട്ടറി നമ്മുടെ പേരൊന്നും പറഞ്ഞു ആൽവിൻ ഇവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്ത്, അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സന്തോഷ് ജോസഫ്, നമ്മുടെ അതിഥിയായിട്ട് ദൈവജന സംസാരിക്കാൻ കടന്നതിന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി ജോൺസൺ, ഈ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ഷാജി കേജ്, കടന്നു വന്ന എല്ലാവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ഇത് പ്രാർത്ഥിച്ച് കർത്താവിനെ സംഘടിപ്പിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായിരിക്കുന്നത്. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹീതമായ ശക്തിയേറിയ ആലോചന നമ്മൾ കേൾക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, കർത്താവെ, ഞങ്ങൾ ഇതിനു വേണ്ടി ഈ ദിവസങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളോട് സംസാരിക്കുക. ഞങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള പഴയ ബന്ധം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായതായ നിർമ്മല മനസ്സാക്ഷി ഞങ്ങൾക്ക് മടങ്ങി തരുമാറാകേണ്ട കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളെ നയിക്കണം. അല്ലേ, അപ്പോസ്തലരുടെ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ 5 കർത്തദാസന്മാർ, ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരുമായിരുന്ന 5 പേർ അവിടെ ദിവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരോട് ആ സമയത്ത് ദൈവം ഇടപെടുകയാണ്. ബർന്നബാസിനെയും പൗലോസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കുക എന്ന ദൈവശബ്ദങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ടിടയായിട്ട് ഈ ക്രമീകരണത്തിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി ജോൺസൺ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസനോട് ദൈവമേ ഇടപെടുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യത, നമ്മുടെ ഭൂമിയിൽ ആരും പെർമനന്റ് അല്ല. ഒരു ദിവസം നമ്മൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. One day we will depart from this world. Before that, we have to accomplish the task what God set before us. അതിനായിട്ടാണ് നമ്മൾ ഭൂമിയിൽ ആയിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഒരുമിച്ച് ദിവസം പ്രാർത്ഥന ദയവായിട്ട് എഴുതിയിരുന്നതാണ്. കർത്തവ്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കാനായിട്ടില്ല. ഇതിന്റെ പുറകിൽ അനവധി സാമ്പത്തിക ചെലവുണ്ട്, സമയത്തിന്റെ ചെലവുകളുണ്ട്, അനവധി അധ്വാനങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു ആത്മീയമായ അനുഭവം ഉണ്ടാകുക, പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ഒരുമിച്ച് ചെയ്യുവാൻ, ഈ തലമുറയിൽ ദൈവ ഇഷ്ടം ചെയ്യുവാനായി, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായി, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തപ്പെടുവാനായി
നമ്മുടെ ഇഷ്ടം ചെയ്യുവാനല്ല, നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവ് ഇടവരുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അന്തർഭാഗത്തിലെ സത്യമാണ് കർത്താവ് വിളിച്ചിട്ടുള്ളത്. പുറമേയുള്ളത് മനുഷ്യൻ നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതിനായ ദൈവമാണ്. നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്നു. ദൈവകരങ്ങളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാലും എല്ലാവരും കണ്ണുകൾ all of you please close your eyes and open your heart and pray to God. Hallelujah. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. If one or three gather in my name, I will be in the midst of you. That's the promise of God. According to that promise, He is in the midst of us. Hallelujah. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഹല്ലേലൂയ. I can see Maharashtra, Mumbai, East, the created. കർത്താവേ, ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. 3 ദിവസം കർത്താവേ, ദൈവസന്നിധിയിൽ അയപ്പാനായി നിന്റെ കുഞ്ഞുങ്ങൾ അതിനായിട്ട് സമയം വേർതിരിച്ചല്ലോ. അതിനായി കടന്നു വന്നിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ ഹിതത്തിലേക്ക് മടങ്ങി വരുവാൻ, നിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കുവാനാകേണ്ട കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഹിതം ചെയ്തതാണ് ഞങ്ങൾക്ക് ഭാഗ്യമുള്ളത്. അവിടുത്തെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് ഞങ്ങളുടെ ആത്മീയ വളർച്ച. ഞങ്ങൾ ഈ ഭൂമിക്കുള്ളവരല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സ്വർഗീയ പൗരത്വമുണ്ട്. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടതാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഹല്ലേലൂയ വീണ്ടും കടന്നു വന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങളെ സ്വീകരിക്കുന്നത് ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസത്തെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ആത്മീയവർക്കുള്ള ഹേതുവായി ഭരിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ കണ്ടുകൊള്ളുക, ഞങ്ങളുടെ പരാജയങ്ങളെ കണ്ടുകൊള്ളുക. കർത്താവിലേക്ക് ഞങ്ങൾ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ മനുഷ്യൻ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് ലഭിച്ചതായ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുന്ന അവസരങ്ങളാക്കി കർത്താവ് തീർക്കുന്നു. ലോകത്തെ ജഡത്തെ പിശാചിനെ ജയിക്കാൻ ഈ ദിവസങ്ങൾ ശക്തിയും ബലവും ഞങ്ങൾക്ക് തന്നാൽ അതിഥിയായി കടന്നു നിങ്ങളുടെ ദാസനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കണമേ. എല്ലാ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തുക. പിതാവിനാൽ പുത്രനാൽ പരിശുദ്ധാത്മാവിനാൽ ഈ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ നിയന്ത്രിച്ച് നടത്തണം. ദൈവകൃപ കർത്താവ് പകരുമാറാകണം. ഇതിൽ ആത്മീയ വർദ്ധന ഉണ്ടാകുവാൻ സഹായിച്ചു കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ദയവായിട്ട് ഒരു പദാവസ്ഥാനം താങ്ക്യുവാസ്. തുടർന്ന് ഒരു ബ്ലെസ്സിംഗ് സോങ്ങാണ് PIP choir അവർ തുടർന്ന് ആലപിക്കുന്നത്. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നു യേശു, എന്നെന്നും കാക്കുന്നു യേശു, എന്നെന്നും കരുതുന്നു യേശു, എന്നെന്നും കാക്കുന്നു യേശു. എന്റെ എല്ലാ കാലത്തും യേശു
തുടർന്ന് രണ്ട് കർത്താക്ലാസുമാർ മുന്നോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താക്ലാസ് ജിബിൻ, കർത്താക്ലാസ് ജിനി രണ്ടുപേരെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ കർത്താവേ, കാലം പകൽക്കാലം കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഒരുക്കി നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നല്ല പാട്ടുകൾ പാടി കർത്താവേ അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളുടെ കർത്താവേ അങ്ങയുടെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളോട് കൂട്ടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ ആരും കർത്താവേ വന്നതുപോലെ അല്ല കർത്താവേ, ഇരട്ടി അനുഗ്രഹത്തോടെ ബലത്തോടെ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ശുശ്രൂഷയിൽ കർത്താവേ അടുത്തൊരു ലെവലിലേക്ക് കർത്താവേ കടന്നുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം ശുശ്രൂഷിക്കുന്ന അവരുടെ ദാസനെ കരത്തിലൂടെ ദൈവം ഉപയോഗിക്കണം കർത്താവേ. ഹല്ലേലൂയ. ശക്തമായ ദൂതുകൾ കർത്താവേ, ശക്തമായ ആലോചനകൾ കർത്താവേ അങ്ങയുടെ ദാസനോട് കേൾക്കുവാൻ കർത്താവേ, അതിനായി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മുൻവിധികളെയും കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയുന്നതിനായി സ്തോത്രം കർത്താവേ. താഴ്മയോടെ കർത്താവേ ഹല്ലേലൂയ വചനത്തിന് മുൻപാകെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ആയിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടവെക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കും. പ്രാർത്ഥന കേട്ടതായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കൃപയുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ പകലിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നിന്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതോ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ. ഇതുപോലെ കാലം ആരംഭിക്കുന്ന ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ മക്കളായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏറെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാരംഭ ദിനം ഹല്ലേലൂയ. ഇതോടെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. നല്ല ഗാനങ്ങൾ പാടി കർത്താവേ നാമത്തിൽ തന്നെ മഹത്വം കരുത്തുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിച്ചതോ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കടന്നു വന്ന ജനത്തെ കരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെ കർത്താവേ ആത്മീയ ചൈതന്യം പ്രാപിച്ച് മടങ്ങുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അനേക കർത്താവേ വീട്ടിലേക്ക് കുട്ടി വരുത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസം പ്രാർത്ഥന കർത്താവേ ദേശത്തിന്റെ വിടുതൽ കടമായി തീരുവാൻ, ഹല്ലേലൂയ പട്ടണത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് കടമായി തീരുവാൻ, സഭകളുടെ ആത്മീയ വളർച്ചയ്ക്ക് കടമായി തീരുവാൻ, യൗവനക്കാരുടെ ഹല്ലേലൂയ ആത്മീയ ചൈതന്യത്തിന്റെ കടമായി തീരുവാൻ പരിശുദ്ധാത്മാവേ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ഹിതത്തിലേക്ക്, കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരു പടി കൂടെ നടക്കുവാൻ ഇത് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമുക്ക് അയച്ചിരിക്കുന്ന അഭിഷേകത്തെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മനിയോഗത്തോടെ ആമേൻ കർമ്മജനത്തിന് ആവശ്യമായ ആത്മീയ ദൂത് ആമേൻ കൈമാറുവാൻ ദാസനെ കർത്താവ് ശക്തിയിരിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അതിയോടുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയ്ക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ. തുടർന്ന് കർത്താവിദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാസ്റ്റർ മെൽവിൻ ജോൺ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിലേക്ക് കടന്നു വരാൻ സ്വർഗ്ഗം നമ്മളെ മുംബൈ ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന ബിജു പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു. मुंबई ईस्ट डिस्ट्रिक्ट की वाइस प्रेसिडेंट के रूप में सेवा देने वाले परमेश्वर के दास पास्टर पीजी जॉन के लिए धन्यवाद करते हैं. സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന കെ ജെ ഷാജി പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു. सचिव के रूप में रहने वाले परमेश्वर के दास पास्टर पीजी शादी के लिए धन्यवाद करते हैं. അനുഗ്രഹീതമായ രീതിയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷ്
സന്തോഷ ഭാഷയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. आशीषित रीति में इस मीटिंग को नेतृत्व देने वाले परमेश्वर के दास पास्टर संतोष पास्टर के लिए धन्यवाद करते हैं। കടന്നു വന്ന ദേവദാസന്മാർ ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. आए हुए सारी परमेश्वर के दासगण बहन भाई बच्चे सभी को परमेश्वर को याद करके धन्यवाद करते हैं। പ്രത്യേകം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ ശുശ്രൂഷകൾക്കായി കടന്നു വന്ന പാസ്റ്റർ ബേബി ജോൺസൺ അവരുടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. विशेष रूप में हमें हमारे निमंत्रण को स्वीकार कर हमारे बीच में आए हुए परमेश्वर के दास पास्टर बेबी जॉनसन के लिए परमेश्वर को धन्यवाद करते हैं। അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. उनके बारे में बताने के लिए बहुत कुछ है, लेकिन उसके लिए इस समय को अलग नहीं करेंगे। ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയാടിക്കാൻ തീരുമാനിച്ച സമയങ്ങളിൽ जब हमने उपवास की प्रार्थना करना है कर जब हमने सोचे थे, ഒത്തിരി മുഖങ്ങൾ ഏത് ദേവദാസന്മാരെ വിളിക്കണോ ഒത്തിരി മുഖങ്ങൾ മനസ്സിലൂടെ കടന്നു പോകാനിടയായി തോന്നി. जब हम एक परमेश्वर के दास को बुलाना है प्रचार के लिए, तो बहुत सारी चेहरे हमारे आंखों के सामने आए थे। എന്നാൽ അതിന്റെ മധ്യ ദൈവാത്മാവ് പ്രചോദിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു പ്രിയ ബേബി ജോൺസൺ പാസ്റ്റർ. लेकिन उनमें से परमेश्वर की आत्मा ने हमें प्रेरित किया हुआ परमेश्वर के दास है, परमेश्वर के दास पास्टर बेबी जॉनसन। എന്റെ വൈഫിന്റെ കുടുംബമൊക്കെ ആയിട്ട് ദീർഘനാളുകളത്തെ ബന്ധം അദ്ദേഹത്തിനുണ്ട്. मेरी पत्नी की परिवार के साथ बहुत ही साल की रिश्ता उनकी है। എന്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുകയും എപ്പോഴും അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. मेरा एक बड़ा भाई के रूप में मैं परमेश्वर के दास को देखता हूँ, वैसे उनसे प्यार करता हूँ। കടമ്പനാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. केरल में कडम्बनाड करके एक जगह पर उनका स्वदेश है, തുവയൂർ AG ചർച്ചിന്റെ മെമ്പറാണ് അദ്ദേഹം. और वहाँ का एजी कलीसिया का एक मेंबर है। 31 വർഷങ്ങളായി ശുശ്രൂഷാമുഖത്ത് അദ്ദേഹമായിരിക്കുന്നു. करीब 33 साल सेवकाई की शुश्रूषा में हुए हैं। ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി വിവിധ രാജ്യങ്ങളിൽ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി തന്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്തോത്രം ചെയ്യുന്നു. हमारे भारत देश में और विदेशों में अनेक जगहों में अनेक क्षेत्रों में परमेश्वर के दास को इस्तेमाल कर रहे हैं, इसके लिए परमेश्वर को धन्यवाद। അനുഗ്രഹീതനായ കൺവെൻഷൻ പ്രസംഗൻ, അതുപോലെ ബൈബിൾ ക്ലാസ് ടീച്ചർ, അതുകൂടാതെ നല്ല പ്രവാചകൻ, അങ്ങനെ പലതരങ്ങളിൽ ദൈവം തനിക്ക് കൊടുത്ത താലന്തുകൾ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി കാലഘട്ടങ്ങളിൽ ദൈവം കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. काफी आशीषित परमेश्वर के दास है, बहुत सारे कन्वेंशन के प्रचारक रह चुके हैं, बहुत सारे परमेश्वर के वचन को सिखाने वाले रह चुके हैं, और एक बहुत अच्छे भविष्यवक्ता है परमेश्वर के दास, इसके लिए परमेश्वर को धन्यवाद। അതുകൂടാതെ ആരോമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയറക്ടറായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. और उसके साथ ही आरोमा चैरिटेबल ट्रस्ट की नेतृत्व के रूप में वे वहां पर भी काम कर रहे हैं। എല്ലാ തരത്തിലും ഈ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹപ്രദമായി തീരട്ടെ. തന്റെ ദാസനെ ദൈവം വളരെ ശക്തമായി ഈ മീറ്റിംഗിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് हर एक रीति में പ്രാർത്ഥിക്കുന്നു. ये संगति में परमेश्वर के दास को परमेश्वर बहुत ताकतपूर्वक इस्तेमाल करे, और बहुत लोगों के लिए एक छुटकारा के कारण और परमेश्वर के दास को परमेश्वर इस्तेमाल करे। VPIPയുടെ ഈ ഭാഷ്യം പറയലേക്ക് ദൈവദാസനെ ഹാർദ്രമായി ഞങ്ങൾ കരങ്ങളെ അടിച്ച് നമുക്ക് और ദൈവദാസനെ VIP ने इस बात से परमेश्वर के दास को ताली बजाकर परमेश्वर का स्वागत करें। നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. आप सभी को मसीही वंदना को मैं कहना चाहता हूँ। ദൈവത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കൃത്യമായി നിങ്ങൾക്ക് വന്ദനത്തെ ചൊല്ലുന്നു. परमेश्वर की उपस्थिति में मौजूद सारे संतगणों को परमेश्वर के नाम से मैं स्वागत करना चाहता हूँ। എന്റെ വാക്കുകളെ അടുത്ത ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യും. ആൽഫിനെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. मेरे बातों को अनुवाद करने वाले परमेश्वर के दास अल्फिन के लिए परमेश्वर को धन्यवाद। ഒരു സെക്രട്ടറിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. बीएबीए का सचिव है कर मैं समझता हूँ। എന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനിയ ദേവദാസന്മാർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. और परमेश्वर के क्षेत्र में काम करने वाला और वेदी में उपदेश के परमेश्वर के दासगणों को याद करके परमेश्वर को धन्यवाद करता हूँ। മുംബൈ ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ മിനിസ്റ്ററായിരിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ പി ജോർജ് അവരുടെ ആഫ്രിക്ക കർത്താവിനെ വാഴ്ത്തുന്നു. विशेष रूप में मुंबई ईस्ट डिस्ट्रिक्ट के मिनिस्ट्री करने वाले जो नेतृत्व देने वाले परमेश्वर के दास पास्टर पी जॉय के लिए मैं परमेश्वर को धन्यवाद करता हूँ। സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ ജെ ഷാജി അവർക്കായി കർത്താവിന് മഹത്വം പങ്കെടുത്തു. सचिव के रूप में नेतृत्व देने वाले परमेश्वर के दास पास्टर के जे शाजी, उनको भी परमेश्वर के नाम से स्वागत करना चाहिए। വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ജി ജോൺ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുവല്ലോ. കർത്താവിന്റെ ദാസനെ വന്ദനത്തെ അറിയിക്കുന്നു. और वाइस प्रेसिडेंट के रूप में नेतृत्व देने वाले परमेश्वर के दास पास्टर बिजू जी जॉन, उनको भी वंदना करना चाहता हूँ।
വിശേഷ ഈ യോഗം വളരെ അനുഗ്രഹപ്രദമായ വിധത്തിൽ ലീഡ് ചെയ്യുന്ന കർത്താവിദാസൻ പാസ്റ്റർ സന്തോഷ് ജോസഫ് അവരുടെയും കർത്താവിദാസനെയും വന്ദനത്തിലാണ്. और इस युग को बहुत अच्छी रीति से नेतृत्व देने वाले परमेश्वर के दास पास्टर संतोष जोसेफ, उनको भी मैं वंदना कहना चाहता हूँ. PYPയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിരിക്കും അതിന്റെ പ്രസിഡന്റ് കർത്താവിദാസൻ ഷിജിൽ കർത്താവിദാസനെ സ്തോത്രം ചെയ്യുന്നു. और PYP को नेतृत्व देने वाले उसके प्रेसिडेंट पास्टर सिजिल मॉन, उनको भी स्वागत करना चाहता हूँ. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന എന്റെ ആത്മമിത്രൻ കർത്താവിദാസൻ പാസ്റ്റർ കർത്താവിനെ മഹത്വം കരേറ്റുന്നു. और जो वाइस प्रेसिडेंट है और मेरे आत्मिक मित्र हैं परमेश्वर के दास पास्टर मेलविन जॉन के लिए परमेश्वर का धन्यवाद करता हूँ. സെക്രട്ടറി എൻ്റെ അരികിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിശേഷ പ്രാധാന്യത്തിൽ ചെല്ലുന്നു. सचिव मेरे करीब है, उनको भी मैं परमेश्वर के नाम से स्वागत करना चाहता हूँ. ട്രഷറായിരിക്കുന്ന രാജു അവരെ ഓർത്ത് കർത്താവിനെ മഹത്വം. और ट्रഷरर जो ब्रदर ईबन राजू है, उनको भी परमेश्वर के नाम से धन्यवाद. പഞ്ചാബിൻ്റെ മണ്ണിൽ കർത്താവിൻ്റെ വചനമായി നിൽക്കുമ്പോൾ അക്സമോടെ എനിക്ക് വളരെ വിലപ്പെട്ട പ്രിയ കുടുംബം, പ്രിയ കർത്താവിദാസ് പാസ്റ്റർ ജോൺ, കർത്താവിദാസ് ഈ കുഞ്ഞിനെ അവരോട് ചേർന്ന് ദൈവം തന്ന അനുഗ്രഹീത നിമിഷങ്ങളെ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. पंजाब के इस मिट्टी पे जो है परमेश्वर की दासी अक्सा जवान और उनका जो परिवार है, उनके साथ एक संगति मिला, इसके लिए मैं परमेश्वर को धन्यवाद करना चाहता हूँ. സഖീന നാട്ടിലാണെങ്കിലും നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ സഖീനുണ്ട്. എനിക്ക് സഖീന ആയിരിക്കുന്നത് കർത്താവ് പരിപാലിക്കുമാറാകട്ടെ. जो है गांव में है, लेकिन हमारे बीच में परमेश्वर की उपस्थिति मौजूद है, और जहाँ पे भी है परमेश्वर की उपस्थिति उनके साथ है. എന്നെ ഏറ്റവും അധികം വളരെ ക്ലോസ് ആയിരിക്കുന്ന ഓബേദ അദ്ദേഹം ദർശനത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. और मेरा सबसे क्लोज जो ओबेद है बच्चा है, वो अभी दर्शन देख रहा है, ये मेरा विश्वास है. परमेश्वर से भी आशीष, കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर बच्चों को भी आशीष. നമ്മുടെ കീബോർഡ് ഒരു നിമിഷം അടുത്തുകൊണ്ടാണ് കീബോർഡ് അദ്ദേഹം അടുത്ത് തന്നെയുണ്ട്. അതാണ് നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുമാണ്. हमारा परमेश्वर हमसे बातचीत करें. ഈ ദിവസം നാം തെരഞ്ഞെടുത്തിരിക്കുന്ന തീം ദ ടെന്റ് ഓഫ് ദ ഗോഡ്സ് ഗ്ലോറി എന്നുള്ളതാണ്. इन दिनों में हमने सोचा हुआ जो थीम है वो द टेंट ऑफ गॉड्स ग्लोरी है. ദൈവമഹത്വം ഇറങ്ങുന്ന കൂടാരമായി നമ്മുടെ മൺപാത്രങ്ങൾ മാറട്ടെ. परमेश्वर का महिमा उतरने वाला तंबू हमारे मन पात्र बने. ആമേൻ. हालेलुया. കർത്താവിന്റെ കൃപ അനുഭവിക്കുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞു. परमेश्वर की कृपा को अनुभव करने वाले स्तुति करें परमेश्वर. സാധാരണക്കാരനായ എന്നെ ഈ മഹനീയ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ച കർത്താവിന്റെ സകല മഹത്വം കരേറ്റുന്നു. मैं जो साधारण हूँ, इस महिमा की सेवकाई के लिए मुझे बुलाया हुआ परमेश्वर को सारा धन्यवाद और आदर. കഴിഞ്ഞ 31 വർഷങ്ങളായി യേശുവിനെ പ്രസംഗിക്കാൻ കർത്താവ് നടത്തുന്നു. पिछले 33 साल प्रभु यीशु मसीह का सुसमाचार बांटने के लिए परमेश्वर ने मदद किया. 16-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലക്കിറങ്ങുമ്പോൾ പ്രസംഗത്തിന്റെ ഒരു പോയിന്റ് പോലും അറിയാതെ നിന്നിട്ടുണ്ട്. जब 16वीं उम्र में परमेश्वर की सेवकाई के लिए निकला था, तभी प्रचार का एक पॉइंट भी नहीं मिल रहा है, वैसा एक समय की जिंदगी में था. പക്ഷെ അവിടെ കർത്താവ് നടത്തിയിട്ടുണ്ട്. लेकिन उस जगह पे भी परमेश्वर ने खड़ा किया. ഒരു ചർച്ചിൽ 9 വട്ടം ഒരേ പ്രസംഗം ഞാൻ പ്രസംഗിച്ചു. एक कलीसिया में 9 बार एक ही प्रचार मैंने प्रचार करा. എന്നെ കാണുമ്പോഴേ അവർ വാക്യം നേരത്തെ എടുത്തു വെക്കും. तो मुझे मैं प्रचार करने आ रहा हूँ कर सुनते ही वो लोग बाइबल वही वाक्य उठाकर रखे. അവർക്കറിയാം ലൂക്കോസ് 15:11 സ്റ്റോർ എന്നുള്ളത്. क्योंकि उनको पता है इसके पास केवल लूकोस 15 का 11 है. കർത്താവിന്റെ അവിടുന്ന് പഠിപ്പിക്കാൻ फिर परमेश्वर ने वहां से सिखाना शुरू किया. നടത്തിയ വഴിയിൽ സാധനം. परमेश्वर चलाए हुए रास्तों के लिए धन्यवाद. കുടുംബജീവിതത്തെ ദൈവം തന്നു. एक परिवार को परमेश्वर ने दिया. മോൻ MBA പഠിക്കുന്നു. मेरा बेटा जो है MBA के लिए पढ़ रहा है, മോൻ ഓക്യുപേഷൻ തെറാപ്പി പഠിക്കുന്നു. और मेरा जो बेटी जो है ऑक्यूपेशन थेरेपी पढ़ रही है. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കും. आपका प्रार्थना को मानता हूँ. മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരും കർത്താവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കും. माता पिता और रिश्तेदार भी परमेश्वर की ही सेवा में है, परमेश्वर की आराधना करते हैं, उनके लिए भी परमेश्वर का धन्यवाद. ഡൽഹിയിൽ ഞാനൊരു 4 വർഷമുണ്ടായിരുന്നു. मैं करीब दिल्ली में 4 साल था. കർത്താവിന്റെ വേലയോടുള്ളത് परमेश्वर की सेवकाई के संबंध में ഒറ്റ മലയാളി ഇല്ലാത്ത ഒരു ചർച്ചിൽ 6 മാസത്തേക്ക് ഹിന്ദി ചർച്ചിലെ പാസ്റ്ററായി താല്പര്യം. एक भी मलयाली नहीं है, वैसा एक कलीसिया में 4 साल परमेश्वर ने एक हिंदी पासवान के रूप में खड़ा किया. 6 മാസം 6 महीना അങ്ങനെ ഹിന്ദി പഠിക്കാൻ സാധിക്കും. वैसा हिंदी सीखने के लिए परमेश्वर ने मदद की. ദൈവത്തിന്റെ വഴി എത്ര വിചിത്രമാണെന്ന്. परमेश्वर का रास्ता कितना विचित्र है. ആമേൻ. आमीन. നമ്മുടെ കർത്താവിനെ നമ്മൾ
ഒത്തിരി സ്നേഹിക്കുക. हमारा परमेश्वर को हम बहुत प्यार करना है. എനിക്ക് തോന്നുന്നു 1, 2, 3 പക്ഷേ നിങ്ങൾ 3 പേര്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലെടുത്തു. बेटा हम मिलकर तेरी उपस्थिति की पहली बात है. അന്ന് ഞങ്ങളോട് സംസാരിക്കണം. आप हमसे बात करें. അവിടുത്തെ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. वहाँ की महिमा जहाँ पर नहीं है वहाँ पर हम रुक नहीं सकते. അങ്ങയെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയും. आपसे जुदा होकर हम कुछ भी नहीं कर सकते. കർത്താവേ, അങ്ങ് ചെയ്യണമേ. परमेश्वर तू करे. അവിടുത്തെ ഭുജം പ്രവർത്തിക്കണമേ. वहाँ की भुज हमारे काम करे. അവിടുത്തെ വചനത്തിൽ പറയുന്ന സകല വിടുതലുകളും, आपके वचन में कहा हुआ सारे छुटकारे, അവിടുത്തെ രക്തം നിമിത്തമുള്ള സകല സ്വർഗീയ അനുഗ്രഹം, वहाँ के लहू के द्वारा मिले हुए सारे स्वर्गीय आशीष ഇന്ന് പകൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെടേണ്ട സകല കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ आज सुबह वहाँ की पवित्र आत्मा के द्वारा बरसाने वाली सारी कृपाओं के लिए ഇന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ പകരേണ്ടതിന് ഞാൻ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു. आज सुबह इस लोगों के ऊपर बरसाने के लिए आत्मा की नियुक्ति की सब ഞങ്ങളെ ഒരുമിച്ച് അവിടുത്തെ നാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി നിർത്തിയ हमें मिलकर आपके नाम की महिमा के लिए खड़ा कर നന്ദി യേശുവിൻ നാമത്തിൽ. धन्यवाद प्रभु यीशु मसीह के नाम से. ഒരുമിച്ച് നാമേ പറഞ്ഞാൽ आमीन कहेंगे. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. हमारा परमेश्वर जिंदा परमेश्वर है. ഏറ്റവും നല്ല ഒരു തീം ദൈവം നമുക്ക് തന്നതുകൊണ്ട് കർത്താവിന്റെ മഹത്വം. एक बहुत ही सुंदर एक थीम परमेश्वर हमें दिया इसके परमेश्वर ശിശുശാലന്റെ യോഗത്തിലേക്ക് ക്ഷണിച്ചതിനുള്ള ഹൃദയംഗമായ നന്ദി കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. विशेष रूप में इस मीटिंग में मुझे निमंत्रण दिया हुआ दिल से आपको धन्यवाद करता हूँ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. मैं आपसे बात करना चाहता हूँ पवित्र आत्मा के बारे में. നമ്മുടെ മൺപാത്രത്തിൽ പകരപ്പെടുന്ന മഹത്വത്തിന്റെ ആത്മാവ്, हमारे शरीर जो मन पात्र में उसमें बरसने वाले परमेश्वर की महिमा की आत्मा. ആമേൻ. അത് ഇന്ന് രാവിലെ നമ്മെ മഹത്വത്തോടെ നിറയ്ക്കുമാറാണ്. वो आज सुबह हमें महिमा से भरपूर. പരിശുദ്ധാത്മാവ് എന്ന ആ വിഷയത്തെ ആസ്പദീകരിക്കുമ്പോൾ ഞാൻ ഒന്ന് തുടങ്ങി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. जब पवित्र आत्मा के बारे में आपसे बांट रहा हूँ तभी आपसे बांटने के लिए मुझे एक गवाही. പണ്ഡിറ്റ് രമാഭായി എന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസി, पंडित रमाबाई करके एक बहुत आशीषित परमेश्वर के दास ഡോണ്ടല്ലപ്പോലുള്ള തന്റെ അനാഥ മന്ദിരത്തിൽ വൈകിട്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ, അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പാത്രം നിരത്തി വെച്ചിരിക്കുക. और वहाँ पर एक अनाथ मंदिर में वहाँ पर अनाथों को भोजन देने के लिए बर्तन रखे हुए हैं. ആ കുഞ്ഞുങ്ങളിൽ അവര് കഴിക്കുന്നതിന് മുൻപും കഴിച്ചു കഴിഞ്ഞു സ്തോത്രം പറയുക പതിവാണ്. और वो बच्चों को ये उनका आदत बन चुकी है कि खाने से पहले और खाने के बाद परमेश्वर का स्तुति करें. നമ്മുടെ ആ മോന്റെ പേര് പറയുന്ന പോലെ आपका नाम बता सकते हो बेटा? ജോഷുവ. നല്ല പേര്, വേദപുസ്തകത്തിലുള്ള പേരാണ്. അത് അടുത്തിരിക്കുന്നതാണ് ബാക്കിൽ നമ്മുടെ ചെക്ക് ഷർട്ട് ഇടയ്ക്ക് ഞാൻ പേര് വിളിക്കും കേട്ടോ. നമ്മുടെ മോന്റെ പേര് പറയാം ശിവാൻഷു. കറക്റ്റ് അല്ലേ? പേര് മാറ്റിയിട്ടുണ്ടോ? ശിവാൻഷു. അപ്പോ ശരിക്ക് നമുക്കിത് അവിടെ നന്നായിട്ടിരിക്കുന്ന പേര് പറഞ്ഞേ അത് തന്നെയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് കർത്താവിനെ बच्चों को याद करके हम परमेश्वर ജോഷുവ ആഹാരം കഴിക്കുന്നതിന് മുൻപും പിൻപും നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. जोशुआ जो है भोजन खाने से पहले और बाद में भी परमेश्वर का स्तुति करना. ഇങ്ങനൊരു വാക്കുണ്ട്, worship before the battle and then you can worship after the battle. ऐसा एक कहावत है कि युद्ध से पहले लड़ाई प्रार्थना करो ताकि आप युद्ध से जय करने के बाद भी प्रार्थना कर सकते हैं. हालेलुया. യുദ്ധത്തിന് മുന്നോടി ആരാധിക്കുന്ന ഒരാൾക്ക് യുദ്ധം കഴിഞ്ഞ് ആരാധിക്കാൻ ആളുകളാണ്. तो अगर युद्ध से पहले प्रार्थना नहीं किया तो युद्ध के बाद शायद आराधना करने के लिए लोग नहीं बचेंगे. हालेलुया. हालेलुया. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് മഹത്വം കരയണം. तो हम जो भी करें परमेश्वर का स्तुति करना है. ഒത്തിരി നല്ല ഫുഡ് ഉണ്ടെങ്കിൽ നമ്മളൊരു താങ്ക് ഗോഡ് ഫോർ ദിസ് ഫുഡ് യു ഗിവ് ഫോർ ദിസ് ഡേ ആമേൻ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. बहुत सुंदर भोजन रहेगा तो हम बोलेंगे कि परमेश्वर धन्यवाद, इस सुंदर भोजन के लिए धन्यवाद करके हम प्रार्थना. പക്ഷെ കഞ്ഞി പയറാണ് എന്നാ ചെയ്യുന്നതാണ്. लेकिन जब घर पर कंजी बनता है तभी हम क्या करें?
मम्मी मेरे साथ ही क्यों आप ऐसा करते हो? നമുക്കതിനോട് വലിയ താല്പര്യം തോന്നില്ല. आप उससे ज्यादा चाहत नहीं रखते. റൊട്ടി കഴിക്കേണ്ട ആ രാവിലെയുള്ള നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ जब रोज सुबह हम रोटी खाते हैं लेकिन अगले दिन का जो ब्रेकफास्ट थोड़ा बदल गया तो നിങ്ങൾക്ക് അതിനോട് ഇഷ്ടക്കേട് തോന്നാം. आपको थोड़ा उसमें पसंद कम हो सकता है. പക്ഷെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ആമേൻ, കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കണം. तो मुझे थोड़ा बच्चे लोग कुछ में थोड़ा ध्यान दें. ഹെയ്ത്തി എന്നൊരു രാജ്യമുണ്ട്. खेती करके एक राज्य है. സസ്യം മണ്ണിനകത്തോട് കുഴക്കും, എണ്ണ മണ്ണിനകത്തേക്ക് മിക്സ് ചെയ്യും. तेल जो है मिट्टी के साथ वो लोग मिक्स करते हैं അത് പപ്പടം ആക്കി അവൻ പുറത്ത് വെച്ച് വെയിലത്ത് വെച്ച് അവരിങ്ങനെ ഉണക്കുമാണ്. और उसको जो पापड़ बनाकर उसको धूप में वे लोग सिखाने की कोशिश करते हैं. അത് കഴിഞ്ഞ് വിശക്കുമ്പോൾ ആ മണ്ണെടുത്ത് അവർ കഴിക്കും. और जब उन्हें भूख लगती है वो मिट्टी का जो पापड़ बना है उसे वो लोग खाते हैं. മക്കളെ, അങ്ങ് പറയുന്നത് ശരിയാണോ ഒന്ന് നോക്കി കണ്ടോ. बच्चे मैं जो बोल रहा हूँ वो सही है कि नहीं एक बार देख लेना. ഇന്നും आज भी മണ്ണ് കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. मिट्टी खाने वाले बच्चे हैं. അവിടെയാണ് നമുക്ക് ആഹാരം ദൈവം തരുന്നത്. वहाँ पर हमें भोजन परमेश्वर देगा. നമ്മൾ ദൈവത്തിന് നന്ദി आप പറയുന്നവരാണ്. परमेश्वर को धन्यवाद कहें या ना कहें. ജീവനുള്ള സർവ്വത്തിന് ഭക്ഷണത്തെ കൊടുക്കുന്ന ദൈവകൃപയ്ക്ക് ആമേൻ. सारे जीव जंतुओं को भोजन खिलाने और उन्हें आशीष करने वाला परमेश्वर का स्तुति करें. അക്വേറിയം ആരെങ്കിലും ഉണ്ടോ? ऐसे कोई है जिनके घर पर एक्वेरियम है? വെരി ഗുഡ്, വെരി ഗുഡ്. മോന്റെ പേര് ഞാനൊന്നുകൂടെ ഷെയ്ൻ. ഇനി മറക്കില്ല കേട്ടോ ഷെയ്ൻ. ഷെയ്ൻ അക്വേറിയം. शेन के घर पर एक्वेरियम है. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഓഹരിത് ഒരു അക്വേറിയത്തെ കണ്ടു എന്നോട് പറഞ്ഞു കൂടെ നീ കിടക്കുന്നുണ്ട്. तो हम यहाँ पर आते हुए ओबेद ने मुझे एक एक्वेरियम दिखा के कहा कि वहाँ उसके अंदर मच्छी है. പക്ഷെ മോനെ, ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഷെയ്നോട്, मैं एक सवाल पूछने जा रहा हूँ शेन से. നീലത്തിങ്ങനത്തെ അക്വേറിയത്തിനകത്ത് വളർത്താൻ പറ്റുമോ? अगर बहुत बड़ा मच्छी क्या एक्वेरियम में बढ़ा सकते हैं? അതിന് വെള്ളത്തിന് വേണ്ടി വേണം. उसको कितना पानी चाहिए? ഒരു നേരത്തെ ഫുഡൊന്നും കൊടുക്കാൻ എത്ര ആഹാരം വേണം? एक बार के खाने के लिए कितना भोजन का जरूरत पड़ेगा? മലയാളത്തിൽ തിരിങ്കലം എന്ന വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട്. मलयालम में जो है तिमिंगल में उसमें बहुत ज्यादा अर्थ है. തിരി എന്ന് പറഞ്ഞൊരു മീനുണ്ട്. तिमी कर एक मच्छी है. അതിനെ വിഴുങ്ങുന്നത് കൊണ്ടാണ് മംഗലം എന്ന വാക്കിന്റെ അർത്ഥം വിഴുങ്ങുക എന്നുള്ളതാണ്. और मंगलम जो मलयालम में है उसका शब्द का अर्थ है कि निगल जाना. അപ്പൊ തിമി മംഗലം, തിമിംഗലം, അതാണ് തിമിംഗലം എന്ന് उसको പറയുന്നത്. खाना है उसका मतलब. അപ്പൊ തിമിംഗലത്തിന് ശരിക്കും ശരിയായ പേരില്ല. ഒരു മീനിന്റെ കേരളത്തിലാണ് പുള്ളി അറിയപ്പെടുന്നത്. एक मच्छी खाते हैं उसके हिसाब से उसका नाम दिया गया है. ശ്രദ്ധിച്ചേ, അതിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. उसको एक वक्त का भोजन देने के लिए हमसे नहीं होगा. അതൊന്ന് ടേൺ ചെയ്യാൻ എന്തും വേണ്ടി വെള്ളം വേണം ഓർത്ത് നോക്കുക. उसको थोड़ा घूमने के लिए कितना पानी का जरूरत पड़ेगा. ചിറക് അതിന്റെ വാലിട്ട് അടിച്ചാൽ ഏത് ഗ്ലാസാ പൊട്ടാത്തെ. अगर उसका पूंछ लेके मारेंगे तो कितना काश टूट जाएगा. ഇത് രാവിലെ സ്തോത്രം പറയുമ്പോഴേ आज सुबह जब स्तोत्र कहते हैं അതിന് ആഹാരം കൊടുക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. भोजन देने वाला परमेश्वर की हम सेवा करते हैं. നിങ്ങൾ കുഞ്ഞ പുഴുവിനെ കണ്ടിട്ടില്ലേ? आपने छोटी सी वो कीड़ा को देखा होगा. തളിരല്ല അത് തിന്നും. തളിരില്ല ഇലകൾ അത് കഴിക്കും. ഇല जो छोटी छोटी पत्ती को वो खाते हैं. ഈ തിരിഞ്ഞത് മുതൽ और ये जो खाने वाली मच्छी से लेके ഈ കുഞ്ഞു പുഴുവിന് വരെ ആഹാരം കൊടുക്കുന്ന ദൈവം. एक छोटे से कीड़ा को भी भोजन देने वाला परमेश्वर है. നമ്മളെന്തും വേണ്ടി കർത്താവിന് നന്ദി പറയണം. हमें कितना परमेश्वर का धन्यवाद कहना ചില है. സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഇന്ന് ഞാൻ പിണക്കമാണ്, ഞാൻ ഇന്ന് സ്തോത്രം कई പറയും. बार हमारी चीजें जब पूरा नहीं होती तभी हम परमेश्वर से कहेंगे कि आज मैं तुझसे नाराज हूँ, मेरा चीज हुआ नहीं. എക്സാമിന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. एग्जाम में जो सोचा था वो मार्क मिला नहीं. യേശുവിനോട് നമ്മൾ ബഹുമൊത്തം മാറുകയാണ്. यीशु के साथ हम अब नाराज होकर मुंह चेहरा सब बदल गया. അന്ന് തന്നെ മമ്മി പറയും, ഇന്നും ബൈബിൾ ഒന്ന് വായിച്ച പറ്റത്തുള്ളൂ. वही दिन मम्मी कहेंगे कि आज बाइबल पढ़ना पड़ेगा. അന്ന് പാടാൻ ആജിക്ക ദിന്റെ ഹോബാനെ ബനായ ഹേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പാട്ട് പാടും. और उस दिन गाने को बोल रहे कि आज का दिन यहोवा ने बनाया तो कैसा गा सकते हैं. നിങ്ങൾ വെറുതെ പാടുകയായിരിക്കും. आप सिर्फ ऐसे ही गा रहे होंगे. പക്ഷെ അന്നേരം നിങ്ങളുടെ ശ്വാസം എടുക്കാതെ ദൈവം കാക്കുന്നുണ്ടോ? लेकिन कभी भी आपके श्वास लिए बिना परमेश्वर आपको संभाल रहा है. ശരിക്കും കൈയടിക്കാത്തതിന്റെ അന്നും കിടന്ന് ഉറങ്ങിയല്ലോ. वो दिन ताली नहीं बजा तो आप सो गए ना वो दिन. തമ്മിൽ പറയും, നീ ഒന്ന് കൈയടിക്കാത്തോണ്ട് നീ हमारे जैसा ഉറങ്ങുന്നു. स्वभाव यदि परमेश्वर दिखाए तो क्या करते हैं. അതുകൊണ്ടല്ലേ ദൈവത്തിന് മഹാദയുള്ള ദൈവം, കരുണയുള്ള ദൈവമെന്ന് വിളിക്കുന്നത്. इसलिए महादयावान परमेश्वर और करुणामय परमेश्वर को हम बुलाते हैं. ആമേൻ. ദേ, ഈ അനാഥനായ കുഞ്ഞുങ്ങൾ ഈ പാത്രത്തിന്റെ മുമ്പിൽ ഇരുന്ന് സ്തോത്രം പറയാം. ये अनाथ बच्चे जो है बर्तन के सामने रख के स्तोत्र कहते हैं.
പെട്ടെന്ന് അവരുടെ ചൂട് മാറി, बहुत जल्दी उनका टोन बदल जाता है, അവരുടെ സംഭാഷണങ്ങൾ മാറി, उनकी बातचीत बदल जाती है, അവരുടെ അധരത്തിലേക്ക് അഭിഷേകത്തിന്റെ തീജ്വാലകളാണ് उनके होठों पे अभिषेक का आग उतरना शुरू हो जाता है। അത്ഭുതമായി അത്ഭുത പരതന്ത്രയായി അത്ഭുത ചകിതയായി മാറി. और पंडित रमाबाई बहुत आश्चर्यचकित एक जीवन बन गया उनका। അവൻ തൊട്ടടുത്തിരുന്ന ഒരു വിദേശി വനിതയുണ്ട്, പേര് മിന്നി അംബ്രോസ് എന്നാണ്. और वहां पर एक विदेशी आती है, उनका नाम है मिनी अम्ब्रोस। മിന്നി അംബ്രോസ് കെട്ടിപ്പോയി. मिनी अम्ब्रोस भी चौंक गई। കുഞ്ഞുങ്ങളെ ഭയങ്കര ആരാധിക്കുന്നു. यहाँ पर बच्चे जो है बहुत आत्मिक रूप में आराधना कर रहे हैं। അവരുടെ പാത്രത്തിലല്ല ആഹാരം വിളമ്പിയത്, वो दिन में उनकी बर्तन पर नहीं भोजन को അവരാകുന്ന കൂടാരത്തിനകത്ത് ദൈവത്തിന് അവതരിപ്പിച്ചു. ईश्वर की जो कृपा उनकी थी, वहां पर उनका भोजन परोसा गया। അവര് പലർക്കും അപ്പനില്ല, उनमें से बहुत सारे लोगों के पास पिता नहीं है, അവർക്ക് അമ്മയില്ല, उनके पास माता नहीं है, അവർ वे അനാഥരാണ്. अनाथ लोग हैं। പക്ഷേ ആത്മാവിന്റെ നിറവാണ് लेकिन आत्मा जो भरपूरी അവരെ സനാഥരാക്കി മാറ്റുകയാണ്. भरपूरी पे बदल जाती है। ആമേൻ. അപ്പോൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ इसके लिए आज सुबह जो परमेश्वर की उपस्थिति में है, നമ്മുടെ വേണ്ടി മൺപാത്രത്തിൽ മഹത്വം വരട്ടെ. हम जो मन के पात्र है उसके ऊपर परमेश्वर का महिमा हो। ജോഷുവ എന്ന അവൻ തമ്പുരാന് പ്രായത്തിന്റെ ഒരു പ്രശ്നമില്ല. उसके लिए जोशुआ का उम्र का परमेश्वर का एक सीमा नहीं है। ഹെപ്സിബയുടെ പ്രായം തമ്പുരാൻ അറിയണ്ട. यहोवा का जो उम्र है परमेश्वर को नहीं जानना है। ആഗ്രഹമുണ്ടെങ്കിൽ अगर वो चाहे तो നിങ്ങളെ നിറയ്ക്കാൻ ദൈവം आपको भरने के लिए परमेश्वर विश्वास योग्य है। 6 വയസ്സുള്ള പ്രവാചകയെ ഞാൻ കണ്ടിട്ടുണ്ട്. और 6 साल की भविष्यवक्ति को मैंने देखा। ഓ, ഞാൻ കണ്ടുപോയി പാസ്റ്റർ. मैं चौंक गया उनको देख। അപ്പോൾ ഞാൻ ഈ കുഞ്ഞു പിള്ളേരുടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു കൊച്ചിനെ കണ്ടപ്പോൾ ഹായ് ഫെബ, ഹൗ ആർ യു എന്നിങ്ങനെ ചോദിച്ചു. जब छोटे बच्चों के बीच में काम करता हूँ तो बच्चे को देखो, हाय फेबा कैसे हो करके मैंने उनसे सवाल पूछा। അവള് കുമ്പനാട്ട് അമ്മച്ചിമാരൊക്കെ നോക്കുന്ന പോലെ എന്നെ ഒരു നോട്ടം. वो कुम्भनाड़ की अम्मची लोग जैसा देखते हैं वैसा मुझे देखने लगे। എന്നിട്ട് എന്നോട് പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ ഗിവ്. और मुझसे कहा कि प्रेज द लॉर्ड पास्टर। തമ്പുരാൻ എന്നോട് ചോദിച്ചു ഇത്രയും മതിയോ? परमेश्वर ने मुझसे पूछा इतना काफी है तुझे? അഭിഷേകം ഉള്ളതിന്റെ അടുത്ത് നീ അങ്ങനെ ഇടപെടണമെന്ന് അന്ന് കർത്താവിനോട് പറഞ്ഞു. अभिषेक जिसमें है उससे ऐसा बातचीत करना है करके परमेश्वर ने कहा। അന്ന് ഞാൻ ഹായ് പറയുന്ന പരിപാടി നിർത്തി. उस दिन से मैं हाय बोलने का काम बंद कर दिया। തമ്പുരാൻ പറഞ്ഞു തകർന്ന പട്ടണത്തിന്റെ പേരാണ് ഹായ് എന്ന്. परमेश्वर ने बोला कि टूटे हुए जो शहर है उसका नाम है हाय। ഹല്ലേലൂയ. അതുകൊണ്ട് പാസ്റ്റർമാരെ കാണുമ്പോൾ इसलिए जब पास्टर लोग को जब मैं देखता हूँ, ഹായ് പാസ്റ്റർ എന്ന് പറയരുത്. हाय पास्टर जैसे नहीं कहना है, അത് തകർന്ന പട്ടണത്തിന്റെ പേരാണ്. कि वो टूटे हुए शहर के नाम You है। must say praise the Lord. Praise the Lord. ഒരുമിച്ച് നാമം പറഞ്ഞാട്ടെ. Hallelujah. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഈ മൺപാത്രത്തിനകത്ത് इसलिए ഇറങ്ങണം. इस मन पात्र में परमेश्वर की महिमा उतरना जरूरी है। അതറിയണമെങ്കിൽ ആ മഹത്വത്തിന്റെ പ്രത്യേകത നമ്മൾ അറിയണം. वो महिमा की प्रत्येकता को हमें पहचानना है। ശരിക്കും ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടാകണം. परमेश्वर के बारे में एक प्रकाश हमारे अंदर होना जरूरी है। ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്തുണ്ടാകണം. परमेश्वर के बेटे के बारे में एक प्रकाश हमारे अंदर होना जरूरी है। പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്തുണ്ടാകണം. आत्मा के बारे में एक प्रकाश चिन्ह अंदर होना जरूरी ഈ है। മഹത്വം നമ്മുടെ മേൽ ഇറങ്ങുമ്പോഴും നമ്മൾ അറിയണം ये जब महिमा हमारे अंदर उतरती है हमें पहचानना है। നമ്മളൊരു മൺപാത്രമാണെന്ന്. हम है एक मन पात्र है करके पहचानना। ആമേൻ. हालेलुया। ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, मैं ऐसा कहता हूँ, ഇന്ന് രാവിലെ आज सुबह അസാധാരണമായ അത്ഭുതം ഇവിടെ നടക്കുമ്പോഴും असाधारण यहाँ पर जब आश्चर्य काम हो रही थी, അത്ഭുതങ്ങൾ ഇവിടെ നടക്കുമ്പോഴും अद्भुत काम जब यहाँ पर हो रही थी, ബേബി ജോൺസൺ എന്ന ഞാൻ बेबी जॉनसन जो मैं हूँ കർത്താവിന്റെ ഈ ദാസനും और मैं जो परमेश्वर की दास हूँ, അവൻ ഞങ്ങൾ സാധാരണക്കാരാണ്. हम साधारण लोग हैं। സാധാരണക്കാരൻ साधारण लोग അസാധാരണമായി ഉപയോഗിക്കപ്പെടുമ്പോഴും असाधारण रूप में जब उपयोग किया जाता है, അതിന്റെ കാരണം ആ വ്യക്തിയല്ല, उसका कारण वो व्यक्ति नहीं है, തന്നോട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. पर दया दिखाने वाले परमेश्वर की दया है। അത്ഭുതങ്ങൾ നടന്നാലും इसके लिए जो भी अद्भुत काम हो जाए, എത്ര വലിയ പ്രവൃത്തികൾ നടന്നാലും जितना भी बड़े बड़े काम हो जाए, നിങ്ങൾ ഹൈഡ് ചെയ്യപ്പെടണം. आपको अपने आप को छिपाना है പകരം നിൽക്കേണ്ടത് और उसकी जगह पर खड़ा किसको रहना है? യേശു പകരം നിൽക്കണം. यीशु आपकी जगह पर खड़े रहना। ഒരുമിച്ച് ഒരാമേ പറയാമോ? ഹൈലൈറ്റ് ആകുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. और ഹൈലൈറ്റ് ചെയ്യുന്ന ലോകം. और अपने
आप को दिखाने वाली दिखावटी एक दुनिया में हम रहते हैं അവരതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു. और अपने आप को दिखाने के लिए सारी सुविधाएं वो लोग करते हैं ലൈഫ് സിസ്റ്റം അവർ കണക്ട് ചെയ്യുന്നു. और लाइट सिस्टम वो लोग लगाते हैं അവർ സ്റ്റേജ് വേറെ ലെവലിലാക്കുന്നു. और स्टेज एकदम मजबूत कर देते हैं അവർക്ക് കുറച്ച് സംഗീതോപകരണങ്ങളുടെ പശ്ചാത്തലം എപ്പോഴും വേണമെന്ന് പറയുന്നു. और हमेशा बहुत ज्यादा संगीत उपकरणों की चीजें उनके पास चाहिए बोलते हैं ഞാൻ ഈ ഇടയ്ക്ക് കണ്ടത് ഒരു പാസ്റ്റർ ലിഫ്റ്റിനകത്ത് മേലോട്ട് ഇങ്ങനെ പൊങ്ങി ജലത്തിന് മേലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. मैं बीच में एक वीडियो देखा कि एक पासवान जो है लिफ्ट में ऐसे लोगों के बीच में से ऊपर जा रहा है പാസ്റ്റിന്റെ ലിഫ്റ്റിലൂടെ മേലോട്ട് ഇങ്ങനെ പറന്നു പോവുകയാണ്. हालेलुया करेंगे तो पास्टर से लिफ्ट के ऊपर से ऐसे हाथ दिखा रहे हैं അയ്യോ അദ്ദേഹം പാസ്റ്റർ അല്ല കേട്ടോ. वो पास्टर नहीं है सुनो ഇത് മാജിക്കിന്റെ പരിപാടിയല്ല. ये जादूगरी का काम है ഇത് കർത്താവിന്റെ പദ്ധതിക്കകത്തുള്ളതാണ്. परमेश्वर की पद्धति के अंदर है ഏത് അത്ഭുതം നടക്കുമ്പോഴും कोई भी अद्भुत कार्य जब होता है ഞങ്ങൾക്ക് പ്രസിദ്ധരാകേണ്ട, हमें वहां पर नहीं दिखना है ഞങ്ങളുടെ പേര് പുറത്തു വരേണ്ട, हमारा नाम नहीं दिखना है ഇതെപ്പോഴും മൺപാത്രമാണ്. हमारा पात्र है മഹത്വം നിറഞ്ഞത് കൊണ്ട് മാത്രമാണ് नाम भला है केवल इसलिए है ഇതിനൊരു മാന്യത ലഭിച്ചത്. इसके अंदर जो मांगेला मिला है നിങ്ങളൊരു നാടിന്റെ പേരിൽ അറിയപ്പെടുന്നെങ്കിൽ, अपने नाम से यदि आप पहचाने जाते हो നിങ്ങളൊരു ദേശത്തിന്റെ പേരിൽ अगर അറിയപ്പെടുന്നെങ്കിൽ, आपके देश के नाम से आप पहचाने जाते അതിന്റെ हो പിന്നിൽ ഒറ്റ കാരണം उसके पीछे एक ही कारण है മഹത്വം നിറങ്ങിയതാണ്. ऐसा है ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ രാവിലെ നിങ്ങളെ നിറയ്ക്കട്ടെ. इसके लिए आज सुबह परमेश्वर आपको भरपूर करे ദൈവം സർവശക്തനാണ്. परमेश्वर सर्वशक्तिमान है പിതാവ് സർവശക്തനാണ്. पिता सर्वशक्तिमान है പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. स्वतंत्र आत्मा सर्वशक्तिमान है ആമേൻ. ഇങ്ങനെ നാം വിശകലനം ചെയ്ത് ऐसे जब विभाग को हम करते हैं പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. पवित्र आत्मा के बारे में एक भावार्थ में हम पहुंच जाए പരിശുദ്ധാത്മാവ് എന്ന ആ പഠന വിഭാഗത്തിന്റെ പേര് ദൈവശാസ്ത്രപരമായി ന്യൂമറ്റോളജി എന്നാണ്. वहां पर पवित्र आत्मा के बारे में आत्मिक रूप में जब सीखते हैं तभी न्यूमेटोलॉजी उसका जो टर्म वहां पर इस्तेमाल किया जाता है അതിന് എബ്രായ ഭാഷയിൽ റൂഹ എന്ന പദമാണ് और എഴുതുന്നത്. वहां पर इब्रानी भाषा में रूहा कहकर उसका नाम है। നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. आप लिख सकते हो उसे RUAH റൂഹ എന്ന പദമാണ്. RUAH वैसा रूहा कहकर उनका उसका नाम ആ വാക്ക് തന്നെ സുറിയാനി ഭാഷയിലും കടമെടുത്തിട്ടുണ്ട്. और वही शब्द को सुरियानी भाषा में उसका अनुवाद किया है ഇതുകൊണ്ട് പഴയ ആലയങ്ങളിൽ ആശീർവാദം പറയുമ്പോൾ इसके लिए पुराने चर्चों में जब आशीर्वाद कहते हैं പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും എന്ന പദം ഉപയോഗിക്കും. और पुराने कलीसियाओं में पिता पुत्र और पवित्र आत्मा रूहा करके इस पद का इस्तेमाल किया जाता है അതിന്റെ ഗ്രീക്ക് വേർഡ് इसका जो ग्रीक अर्थ है ന്യൂമ എന്ന പദമാണ്. न्यूमा इस पद का इस्तेमाल किया गया PNEUMA എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. PNEUMA उस वाक्य का जो अर्थ है അതിന്റെ അർത്ഥം ന്യൂമ എന്നാണ്. उसका अर्थ न्यूमा है എല്ലാവരും ഒന്ന് പറയാമോ? सब लोग कह सकते हैं ഒന്ന് റൂഹ, एक रूहा ശബ്ദം ഉയർത്തി പറഞ്ഞേ. जोर से बोलिए സെക്കൻഡ് വൺ ന്യൂമ. दूसरा वर्ड है न्यूमा അപ്പൊ നമ്മളൊരു മീറ്റിംഗിന് വരുമ്പോ എന്തായാലും ഒരു അല്പ സ്റ്റോറേജ് ഇരിക്കട്ടെ. तो हम जब एक मीटिंग में आए तो कुछ भी हो जाए थोड़ा स्टोरेज लेकर आना है ജോഷുവ ഏതെങ്കിലും രാജ്യത്ത് വെച്ച് എന്നെ കാണുമ്പോൾ പാസ്റ്ററുകളെ ഓർമ്മയുണ്ട്, പാസ്റ്ററുകളുടെ പേര് ഓർമ്മയില്ലെങ്കിലും റൂഹ ന്യൂമ അത് ഓർമ്മയുണ്ടെന്ന് പറയട്ടെ. तो पास्टर अंकल को जब जोशुआ कहीं और मिलेंगे तो बोलेंगे पास्टर अंकल मुझे आपका नाम याद है लेकिन आपने बोला रूहा मुझे याद है करके बताना 96 ഒരു വീട്ടിൽ ചെന്ന് പ്രസംഗിക്കാൻ ദൈവം അവസരം. 96 में एक घर पर जाकर परमेश्वर की सुसमाचार बांटने के लिए ആ परमेश्वर ദൈവദാസനെ കഴിഞ്ഞ ദിവസങ്ങളൊന്നും കണ്ടു. वो परमेश्वर के दास को पिछले दिनों में मैंने देखा അദ്ദേഹം എന്റെ പേര് മറന്നുപോയി, वो मेरा नाम भूल गए പക്ഷെ പ്രസംഗം മറന്നില്ല. लेकिन प्रचार वो भूले नहीं അയ്യോ ആശ്വാസമായി. मुझे आश्वासन मिल गया പേര് മറന്നാലും കുഴപ്പമില്ല, नाम भूल गया तो भी चलेगा പ്രസംഗം മറക്കരുത്. प्रचार नहीं भूलना है ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. आपके लिए परमेश्वर का शब्द है ആമേൻ. आमीन। മോനെ പേര് എനിക്ക് കൂടെ പറഞ്ഞേ. ഓക്കെ, പേര് അവൻ പഠിച്ചോളാം കേട്ടോ. മോനെ കേട്ടോ. സിറിൽ എന്നൊക്കെ എനിക്ക് അറിയാം അല്ലെ. ആ സിറിലായിരിക്കാൻ സാധ്യത അല്ലെ. സിറിൽ എന്ന വാക്ക് കണ്ടല്ലേ? സിറിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. സിറിൽ എന്ന പദം ജോഷുയുടെ പേര് പഠിച്ചിട്ടുണ്ട്, ഷെയ്ന്റെ പേര് പഠിച്ചിട്ടുണ്ട്, ശിവാൻഷു. ഞാൻ ഇച്ചിരി സമയം എടുക്കും പഠിക്കാം. പഠിച്ചാൽ പിന്നെ ആയുസ് മാർക്കില്ല കേട്ടോ. सीखने के लिए थोड़ा समय लेते हो लेकिन एक बार सीख जाओगे तो भूलता नहीं എഫ്സിബയുടെ പേര് വൈകാട്ടെ. शिवा का नाम है रख लिया പേര് പറയാം. നെൽവ. നെൽവ ഇവിടെ ഫ്രണ്ടില് സഹോദരിമാര് ഏഞ്ചലിൻ, അക്സ. ആ പേരുകൾ എനിക്കറിയാവുന്നുണ്ട്. അപ്പൊ അക്സമാർ എന്ന
ബഹുവചനം ഞാൻ ഉപയോഗിച്ച് ദൂത് പറയുന്നത്. सम्मान करके ऐसा बहुवचन यूज कर मैं दूध बताऊं. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പോയപ്പോ ജെറമ്യ ഉണ്ട്, എസെക്കിയേൽ ഉണ്ട്. मैं एक मीटिंग में गया तो वहाँ पर जरमिया भी था, एजेकिएल भी था. ഞാൻ ചോദിച്ചു ഡാനിയേൽ ഇവിടെ നിൽപ്പുണ്ടോ? मैंने पूछा कि दानियेल यहाँ पे नहीं बैठा है. ഒന്നാമത് ഡാനിയേൽ വരുന്നുണ്ട്. तो बीच में दानियेल भी बैठा है. ചില സ്ഥലങ്ങളിൽ ഓർഡർ ആളുകൾ कुछ ഇരിക്കാറുണ്ട്. लोग वहाँ पे ऑर्डर में लोग बैठते हैं. ഇത് നമ്മൾ തിരിച്ചു വരുന്നു. अभी हम वापस അവർ आएंगे. ശ്രദ്ധിക്കുന്ന ഷെറിൽ ഉൾപ്പെടെ और सिविल जो है वो उनके साथ सब लोग ध्यान दें. മോനെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം. അപ്പൊ റൂഹ എന്ന വാക്ക്, मैं ऐसा बोलता हूँ, रूआ जो शब्द है, ന്യൂമ എന്ന വാക്കിന് न्यूमा जो शब्द है, മൂന്നർത്ഥങ്ങളാണ്. 3 अर्थ है उसकी. കാറ്റ്, हवा, ജീവൻ, जिंदगी, ആത്മാവ്. आत्मा. ഈ മൂന്ന് കാര്യമാണ് അതിനർത്ഥം. ये 3 चीज उसका अर्थ है. അപ്പോ ഒന്ന് ജീവൻ എന്നുള്ളതാണ്. पहला जो है जीवन है, രണ്ട് ശ്വാസം എന്നുള്ളതാണ്. दूसरा जो है श्वास है, മറ്റൊന്ന് ആത്മാവ് എന്നുള്ളതാണ്. तीसरा जो है आत्मा है. ദൈവത്തിന്റെ ആത്മാവ് എവിടെ ചലിക്കുന്നു परमेश्वर की आत्मा जहाँ पर उंडेले അവിടെ रहता है, ജീവൻ ഉണ്ടാകുന്നതിന് ആമേൻ പറയാം. वहाँ पर जीवन होता है, उसके लिए हम आमीन कहेंगे. ജീവൻ എവിടെയുണ്ടോ जीवन जहाँ पर है, അതിനകത്ത് ചലനങ്ങളുണ്ട്, वहाँ पर कुछ चाल चलन होती है, അതിന് വളർച്ചയുണ്ട്, उसको बढ़ोतरी होती है, അതിന് ഫലദായകമായ उसमें फलदायक होता है. ഒരുമിച്ച് നാമേ പറഞ്ഞാൽ ജീവൻ വെളിപ്പെടുന്നത് तो जीवन जहाँ पर प्रकट होता है, ചലനമുണ്ടെങ്കിൽ वहाँ पर यदि चाल चलन भी है, ജീവനുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. अगर जीवित लोग यहाँ पर आए हैं, അവൻ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം यीशु तेरे लिए, सिर्फ तेरे लिए, यीशु तेरे लिए, सिर्फ तेरे लिए, यीशु तेरे लिए मैं हाथ उठाता हूँ. सिर्फ तेरे लिए
വളരെ രാവിലെ യേശുപ്പച്ചന്റെ ഭയങ്കര സ്നേഹമുണ്ട്. എന്നെ നിറയ്ക്കാൻ ദൈവത്തിന് എന്റെ പ്രാർത്ഥന ഇവർ കോടികളുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയായി മാറാനല്ല. ദൈവം നാളെ അവർക്ക് കൊടുക്കുന്നതിനകത്ത് എനിക്ക് അസൂയയുണ്ട്. പക്ഷേ രാവിലെ ലോകത്തിൽ ആർക്കും വേർതിരിക്കാൻ കഴിയാത്തതാണ് യേശുപ്പച്ചന്റെ സ്നേഹവുമായി ബന്ധിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമസ്ഥയായി മാറും. നീ മരിക്കേണ്ടടുത്ത് നിനക്ക് പകരം മരിച്ചു, മരണത്തെ അഭിഷേകത്തിന്റെ ചോദന
അനേകം സെക്ഷനുകൾ അതിനു വേണ്ടി വേർതിരിക്കുന്നു. പക്ഷേ ഈ നാടിന്റെ ലോകത്താണ് പരിശുദ്ധാത്മാവ് ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടേണ്ട യോഗമല്ല. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ട യോഗമാണ്. അവന്റെ പരിമിതികൾ എന്തെങ്കിലും മാറ്റും. നീ പറയുന്ന ലിമിറ്റേഷൻസ് ഇല്ലേ, അത് കർത്താവ് മാറ്റും. ജോഷുവോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ജോഷുവോട് ബന്ധപ്പെട്ട your portion. He is your inheritance. ദൈവം നിങ്ങൾക്ക് അവകാശം. മോനെ, ഈ മമ്മി മോനെ പുറത്തെടുക്കേണ്ടതിന് പുറത്തു വരേണ്ടതിന് സഹിച്ചൊരു വേദന ഈ കൈ ഇങ്ങനെ മുടില്ല. എന്ത് വേദന എനിക്ക് പറയാം. അതിന്റെ വേദന 22 അസ്ഥി ഒരുമിച്ച് ഒഴിയാനുള്ള വേദന എന്തായിരിക്കും? ഈ മമ്മയുടെ 22 അസ്ഥി ഒരുമിച്ച് ഒഴിയുള്ള വേദന നീ പുറത്തു വരാൻ സാധിച്ചൊരു ആ മമ്മിക്കൊരു ഭയങ്കര ഹൃദയം. നീ ആരായി തീരണം എന്നുള്ളതിനൊരു കരച്ചിലും പ്രാർത്ഥന. ഇന്ന് രാവിലെ പരസ്യമായി പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. കണ്ണുനീര് കുരുത്തിയിലാക്കി വെച്ചതുകൊണ്ട് ഇവർ തളരുന്ന തകരുന്ന തലമുറയുടെ ഗണത്തിൽ പെടുകയില്ല. It's a promise. It's a promise. ഇവൻ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും മാറാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. You are very precious. അവിടുത്തെ ചങ്കിലെ അവസാനത്തെ ചോരയിൽ തന്നവന്റെ സ്നേഹിച്ചു മാസങ്ങളെ കണ്ണിൽ നോക്കി പറയാൻ ബുദ്ധിമുട്ടില്ലേ? അപ്പൊ യേശുവിടെ കണ്ണിൽ നോക്കി പറയാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യേണ്ട യേശുവിന് വേണ്ടി അറിവ് വേണ്ടി അമ്മ പറയാം. ഈ യോഗം തീരുമാനങ്ങളുടെ യോഗമായി മാറിയ പ്രാർത്ഥിച്ചത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിയോഗത്തോട് പറഞ്ഞ പദങ്ങളുടെ ആഴം ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ്. രാവിലെ ഒരു ജനറേഷൻ എഴുന്നേൽക്കുകയാണ്. സ്നേഹത്തിന്റെ പ്രകടനമാണ്. തിരുരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചലനം ചെയ്യാം. ഇവന്റെ മേലൊരു നിയോഗത്തിന്റെ പുതപ്പുണ്ട്. ഇവന്റെ മേലൊരു വിളിയുടെ പുതപ്പുണ്ട്. ഇവനേത് ബിരുദാനന്തരം ബിരുദം നേടിയെടുത്താലും അതിന്റെ ഹൈ ലെവലിൽ സഞ്ചരിക്കുമ്പോഴും അതിനെല്ലാം അപ്പുറത്ത് ഇവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വഴിയുണ്ട്. കാരണം ഇവനെ കൺസീവായി അത്ഭുതകരമായത്. ശരിയാണോ? യെസ്. സഭ ഒരുമിച്ച് ഒന്നാമേ പറഞ്ഞു. പ്രാർത്ഥിച്ചു കിട്ടിയതാണ് പറയാ, കരഞ്ഞു നേടിയതാണ്. സമയത്ത് അനുഭവിച്ചപ്പോ ലോകം തരികയില്ലെന്ന് വാദിച്ചെടുത്ത തമ്പുരാൻ
നാളെ നിന്റെ ഈ കരത്തിൽ നന്മകളുണ്ടാകും. അത് നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി മാത്രമുള്ളതല്ല. വേദനിക്കുന്ന അനാഥരായ കുഞ്ഞുങ്ങൾക്ക് കരുതൽ, ആശ്രയമറ്റ് പോയി മക്കൾ വേണ്ടെന്ന് പറഞ്ഞ് വഴിയിൽ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് തണലേക തമ്പുരാൻ ഇവന്റെ കരത്തെ ബലപ്പെടുത്തുന്ന ഒരു കാലമുള്ളതിന് അതിനുവേണ്ട നിറവിന്റെ മേൽ പകരം ഞാൻ പറഞ്ഞ ദാസന്മാർ ദയവായി നിങ്ങളുടെ കരം ഈ കുഞ്ഞിന്റെ മേൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിക്കുമോ? ഒരുമിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുമോ? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോഷുവയുടെ മേൽ മഹത്വത്തിന്റെ കരം